Hello all, welcome back to our English class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ഗ്രാമർ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് കംപ്ലീറ്റ് ദ ഫോളോയിങ് നെറേഷൻ ബൈ യൂസിങ് ദ വേർബ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതായത് ബ്രേക്കറ്റ്സിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഫോം എഴുതാൻ ചോദിക്കും. അപ്പം ഈ വന്നിരിക്കുന്ന സെൻറ്റൻസ് വന്നിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് എക്സാമിന് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, പക്ഷെ അത് മിക്കവാറും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആയിരിക്കത്തില്ല. അപ്പം നമുക്ക് ഇതൊന്ന് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഇത് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു പാസ്റ്റ് ഫോമിലാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. അപ്പൊ എല്ലാത്തിന്റെ പാസ്റ്റ് ഫോമാണ് നമ്മളവിടെ എഴുതേണ്ടത്. വെൻ സുനിൽ ഗവാസ്കർ വാസ് ബോൺ എ റിലേറ്റീവ് കം. റിലേറ്റീവ് വന്നു. കം എന്ന് പറഞ്ഞാൽ എന്താ? വരിക. വെർബിന്റെ ബേസ് ഫോമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വെർബിന്റെ പാസ്റ്റ് ഫോം എഴുതണം. അപ്പൊ കമ്മിന്റെ പാസ്റ്റ് ഫോമാണ് എന്തിവിടെ? ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള എന്ത്? കെയിം. കണ്ടോ? ആ കെയിം നമ്മൾ ഇവിടെ എടുത്തിട്ട് എഴുതണം. അപ്പൊ എന്തായി? റിലേറ്റീവ് ഹോസ്പിറ്റലില് വിസിറ്റ് ചെയ്യാൻ വന്നു. കെയിം. ആ കെയിം നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ഇനി അടുത്തൊരു സെന്റൻസ് എന്താ നോക്കാം. ഹിസ് നെയിം ഈസ് മിസ്റ്റർ നാരായൺ മസുരേക്കർ ആൻഡ് ഹി ഹാഡ് എ ഷാർപ്പ് ഐ. അദ്ദേഹത്തിന്റെ പേര് എന്തായിരുന്നു? നാരായൺ മസുരേക്കർ ആയിരുന്നു. നമുക്ക് ഈ ഒരു സെന്റൻസ് അതിലോട്ട് മാറ്റണം. അപ്പൊ ഇസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് കൊടുത്തത്. അപ്പൊ നമ്മൾ ഇസിന്റെ പാസ്റ്റ് ഫോം എഴുതണം. അപ്പൊ ഇസ് എന്ന് പറഞ്ഞാൽ ആണ്. അപ്പൊ ആയിരുന്നു നമ്മൾ മാറ്റി എഴുതണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്? വാസ്. അദ്ദേഹത്തിന്റെ പേര് നാരായൺ മസുരേക്കർ ആയിരുന്നു. അടുത്ത സെന്റൻസ്, ഹി ഡാഷ് ദാറ്റ് ദ ന്യൂ ബോൺ ബേബി ഡാഷ് എ ഹോൾ ഓൺ ഹിസ് ഇയർ. അദ്ദേഹം നോട്ടീസ് ചെയ്തു. അപ്പൊ നോട്ടീസ് എന്നുള്ളതിന്റെ പാസ്റ്റ് ഫോം നമ്മൾ ഇവിടെ എടുത്തെഴുതണം. അപ്പൊ നോട്ടീസിന്റെ പാസ്റ്റ് ഫോം ആണ് എന്ത്? നോട്ടീസ്ഡ്. അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതാം. നോട്ടീസ്ഡ്. പിന്നെ ദാറ്റ് ദ ന്യൂ ബോൺ ബേബി ഹാസ്. ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളൊരു അർത്ഥമാണ്. ഫോർ എക്സാമ്പിൾ പറയാണ്, ഐ ഹാവ് എ കാർ. എനിക്കൊരു കാർ ഉണ്ട്. ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ട്. അപ്പൊ ഐ, വി, യു, ദേ എന്ന് പറയുന്ന പ്രൊനൗൺസ് ആണെങ്കിൽ അതിന്റെ കൂടെ വരുന്നത് ഹാവ് ആണ്. അതായത് ഐ ഹാവ് എനിക്കുണ്ട്, ദേ ഹാവ് അവർക്കുണ്ട്, യു ഹാവ് നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട്, വി ഹാവ് നമുക്കുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. അത് നമ്മളൊരു അതായത് ഇപ്പം ഹീ, ഷീ ഒക്കെയാണ് പറയുന്നെങ്കിൽ ഷീ ഹാസ്, ഹീ ഹാസ്, ഇറ്റ് ഹാസ്. പേര് പറയുകയാണെങ്കിൽ രവി ഹാസ്, വീണ ഹാസ്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ഹാവ് ഹാസ് എന്ന് പറയുമ്പോൾ ഉണ്ട്. അപ്പൊ നമ്മള് ബേബിക്ക് ഉണ്ടായിരുന്നു എന്നാക്കണം. അപ്പൊ ഈ ഹാസിന്റെ ഫാസ്റ്റ് ഫോം ആണ് എന്ത്? ഹാഡ്. അത് നമ്മളിവിടെ എഴുതാം. ഹാഡ് ഓൺ ഹിസ് ഇയർ ദ നെക്സ്റ്റ് ഡേ വെൻ ഹി ഡാഷ് അഗെയിൻ ആൻഡ് പിക്ക്ഡ് അപ്പ് ദ ബേബി. വീണ്ടും അയാൾ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ബേബിയെ എടുത്തു. അപ്പൊ അവിടെ വീണ്ടും ഗോ, പോവുക. അപ്പൊ നമ്മൾ പോയി അല്ലെങ്കിൽ ചെന്നു എന്നുള്ളൊരു വേർഡാണ് എന്ത്? ഗോന്റെ V2 ഫോം. അതായത് പാസ്റ്റ് ഫോം ആണ് എന്ത്? വെന്റ്. അത് നമ്മളിവിടെ എഴുതാം. വെന്റ്. Again and picked up the baby, he dashed that the hole was missing. അപ്പൊ ആ ബേബി എടുത്തപ്പോൾ ആ ഹോള് മിസ്സായിട്ടാണ് കാണപ്പെട്ടത്. അപ്പൊ ഫൗണ്ട്, ഫൈൻഡ് കാണുക, അതിന്റെ പാസ്റ്റ് ഫോം ആണ് എന്ത്? ഫൗണ്ട്. അത് നമ്മൾ അവിടെ എഴുതാം. ഫൗണ്ട്. ഫൗണ്ട് ദാറ്റ് ഈ ഹോൾ വാസ് മിസ്സിങ്. അപ്പൊ നമ്മൾ ഇവിടെ വാസ് എഴുതിയില്ല, അത് മിസ്സിങ് ആയിരുന്നു. ഇവിടെ ഹോൾ ഇസ് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ആ ഹോള് മിസ്സിംഗ് ആണ്. പക്ഷെ ഇവിടെ പാസ്റ്റ് ഫോം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ എന്തായി? വാസ് മിസ്സിംഗ് എന്ന് എഴുതി. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം?
ഇസിനെ വാസ് ആക്കണം, ഹാസ് ഹാവ് അതിനെ ഹാഡ് ആക്കണം. അതാണ് നമ്മൾ ഈ ഒരു ബേസ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എവ്രി വൺ ഡാഷ് സെർച്ചിങ് ഫോർ ദ മിസ്സിംഗ് ബേബി. എല്ലാവരും മിസ്സിംഗ് ബേബീനെ തിരയാൻ തുടങ്ങി. സ്റ്റാർട്ട് തുടങ്ങുക. തുടങ്ങി നമ്മൾ എങ്ങനെ പറയും? സ്റ്റാർട്ടഡ്. സെർച്ചിങ് ഫോർ ദ മിസ്സിംഗ് ബേബി. അറ്റ് ലാസ്റ്റ് സുനിൽ വാസ് ഫൗണ്ട് സ്ലീപ്പിംഗ് ബിസൈഡ് എ ഫിഷർ വുമൺ. അവസാനം സുനിൽ കണ്ടെത്തി. അതാണ്ടോ ഫൗണ്ട്, ഇവിടെ നമ്മൾ എഴുതിയ ഫൗണ്ട് സ്ലീപ്പിംഗ് ബിസൈഡ് എ ഫിഷർ വുമൺ. ഒരു ഫിഷർ വുമന്റെ ഒരു മുക്കുവ സ്ത്രീയുടെ അടുത്ത് ഉറങ്ങുന്നതായിട്ട് കണ്ടു. ഇതിൽ നമ്മള് പാസ്റ്റ് ടെൻസ് പറയുന്നത് സിറ്റുവേഷൻ എക്സിസ്റ്റഡ് ഇൻ ദ പാസ്റ്റ് ഓവർ എ പീരീഡ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമില് അല്ലെങ്കിൽ ചെറിയൊരു സമയത്തിനിടയ്ക്ക് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറയുന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റിലാണ്. ആൻഡ് ഓർ ദാറ്റ് an activity took place regularly in the past. അതായത് പാസ്റ്റിൽ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം അത് എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ എന്ത് ഉപയോഗിക്കും? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. അവിടെ കുറച്ചൊരു എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വി പ്ലേഡ് അവർ ഡെയിലി മാച്ച് വിത്ത് എ ടെന്നീസ് ബോൾ. ഇതൊക്കെ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് എടുത്തതാണ്. ഞങ്ങള് ടെന്നീസ് ബോൾ വെച്ചിട്ട് ഞങ്ങൾ ഡെയിലി മാച്ച് കളിച്ചിരുന്നു. അപ്പൊ പ്ലേ എന്നുള്ളത് എന്തായി? പ്ലേഡ്. ഞങ്ങള് കളിച്ചിരുന്നു. ഐ ലവ് ടു linger over the autobiography of every player at my uncle's house. അപ്പൊ കണ്ടില്ല, ഐ ലവ്, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ചിരുന്നു, ഞാൻ അത് എൻജോയ് ചെയ്തിരുന്നു എന്നൊക്കെ. ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെയാണ് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ എന്ത് പറയുന്നത്? യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സെന്റൻസിൽ വുഡ് യൂസ്ഡ് ടു എന്ന് വരും. അപ്പൊ എന്താണ് ഈ വുഡ് എന്ന് പറഞ്ഞാൽ? എന്താ വുഡ് യൂസ് ചെയ്യുന്നത്? ടു ഡിനോട്ട് ദ പാസ്റ്റ് ടെൻസ്. വുഡ് അതായത് പാസ്റ്റ് ടെൻസിന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഓർ ഓൾസോ യൂസ്ഡ് വെൻ യു വാണ്ട് ടു സേ ദാറ്റ് സംതിങ് ഹാപ്പൻ റെഗുലർലി ഇൻ ദ പാസ്റ്റ്. ഇപ്പൊ ഈ രണ്ട് സെന്റൻസ്, അതായത് വുഡും യൂസ്ഡ് ടുവും നമ്മൾ പാസ്റ്റിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ എന്ത് ചെയ്യും? നമ്മൾ വുഡോ അല്ലെങ്കിൽ യൂസ്ഡ് ടു ഉപയോഗിക്കും. വെൻ ഐ വാസ് സ്മോൾ ചൈൽഡ് ഐ യൂസ്ഡ് ടു പ്ലേ മെനി ഗെയിംസ് അറ്റ് സ്കൂൾ. അതായത് ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് കളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് കളികൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. My teacher would always tell me that I would become a great football player. എൻ്റെ ടീച്ചർ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു ഞാനൊരു ഫേമസ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ഫുട്ബോൾ പ്ലെയർ ആകുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? യൂസ്ഡ് ടു വുഡും ഉപയോഗിക്കും. Twice a week I used to stay back at school for coaching in football. അതായത് 2 ദിവസത്തിൽ കൂടുതലൊക്കെ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഫുട്ബോള് മാച്ച് സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഈ ഒരു ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് 116 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നത്. വെൻ ഐ വാസ് സ്മോൾ ചൈൽഡ് ഐ ലിവ്ഡ് ഇൻ ബോംബെ ഐ ഡാഷ് ഇൻ ബോംബെ ഹൈസ്കൂൾ. അതായത് ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഞാൻ പഠിച്ചിരുന്നത് ബോംബെ ഹൈസ്കൂളിലായിരുന്നു. അപ്പൊ നമ്മൾ പഠിക്കുക എന്നുള്ളതിന് എന്താ? സ്റ്റഡി അല്ലെ? പഠിച്ചിരുന്നു എന്താണ്? സ്റ്റഡീഡ്. അതവിടെ എഴുതി. ഇനി ഐ ഡാഷ് ടു ഗോ ടു സ്കൂൾ എന്താണ്? ഞാൻ സ്കൂളിൽ പോവാൻ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ എൻജോയ് ചെയ്തിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്നെങ്കിൽ ലവ്ഡ് അല്ലെങ്കിൽ എൻജോയ്ഡ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാ? നമ്മള് ശ്രദ്ധിച്ചിട്ട് എഴുതുക. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഇരുന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അവിടെ എന്താണ് വരുന്നത് എന്ന്. അപ്പൊ ഇതിന്റെ ഒരു ഇൻഡെക്സ് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വുഡ് ആണോ വരുന്നത്? യൂസ്ഡ് ടു ആണോ വരുന്നത്? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഈ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, ഐ ഡാഷ് പ്ലേ വിത്ത് മൈ ബ്രദർ. അപ്പൊ ഇവിടെ യൂസ്ഡ് ടു ആണോ വരുന്നത്? പ്ലേ വിത്ത് മൈ ബ്രദർ ആണോ വരുന്നത്? നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിന്റെ ഒരു ആൻസർ വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഇത് കറക്റ്റ് ആണോ.
അതിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, നമ്മൾ യൂസ്ഡ് ടു വുഡ് ഒക്കെ നമ്മൾ പാസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത്. പാസ്റ്റിൽ നമ്മൾ ചെയ്ത റെഗുലർ ആക്ടിവിറ്റീസ് പറയാം, എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ യൂസ്ഡ് ടു വുഡ് ഉപയോഗിക്കും. ബാക്കി എല്ലാ ഫോംസും വരുന്നത് ഇതിന്റെ പാസ്റ്റ് ഫോം ആണ്. അതിൽ പാസ്റ്റ് ഫോം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പം വാണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ, വാണ്ടഡ്. ഗോ എന്ന ഇറഗുലർ വേർബ് ആണ്. ഇപ്പം നമ്മൾ ലവ്, ലവ്ഡ്. എൻജോയ്, എൻജോയ്ഡ്. നോട്ടീസ്ഡ്. ഒന്നെങ്കിൽ ED ആയിരിക്കും അല്ലെങ്കിൽ ഡി ഫോം ആയിരിക്കും. ഇനി ഇറഗുലർ വേർബ്സ് ഉണ്ട്, അതായത് ഗോ പോവുക. അത് നമ്മൾ പോയി എന്നാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെന്റ് ഉപയോഗിക്കണം, അതായത് പോയി. പിന്നെ കം, വന്നു. അത് നമ്മൾ കം എന്ന് പറഞ്ഞാൽ വരുന്നു അല്ലെങ്കിൽ വരിക, അതാണ് അതിന്റെ ബേസ് ഫോം. അത് നമ്മൾ വന്നു എന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കെയിം ആക്കണം, കെയിം. മറ്റേത് ഗോ ആണെങ്കിൽ വെന്റ്. സി ആണെങ്കിലോ, സി എന്ന് പറഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ഫോം ആണ് എന്ത്, സോ, കണ്ടു. സി, സോ, കണ്ടു. ഈറ്റ് ആണെങ്കിലോ, ഈറ്റഡ് എന്ന് പറയില്ല, എയ്റ്റ്. ഡ്രിങ്ക്, കുടിക്കുക. കുടിച്ചു എന്ന് പറയണെങ്കിലോ എന്തോ, ഡ്രങ്ക്. ഇസിൻ്റെത് വാസ്. ആറുണ്ട്. അപ്പൊ യു ആർ, വേർ ആർ യു എന്ന് ചോദിക്കും, നീ എവിടെയാണ്, വേർ ആർ യു. അപ്പൊ ഈ ആറിന്റെ പാസ്റ്റ് ഫോം എന്താണ്, വേർ ആണ്. ഈ വേർ ആണ്, WHERE അല്ല, WERE. നമ്മളിപ്പം വേർ ആർ യു എന്ന് ചോദിക്കുമ്പോ നമ്മളെ അടുത്ത് ഒരാൾ ഡയറക്റ്റ് ആയിട്ടില്ലേ, നീ എവിടെയാണ്, നീ എവിടെ ആയിരുന്നു നമ്മൾ എങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത്, ഈ ആറിനെ എടുത്തിട്ട് നമ്മൾ പാസ്റ്റ് ഫോമിലേക്ക് മാറ്റും. അതാണ് എന്ത്, വേർ യു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ജസ്റ്റ് ഒന്ന് നോക്കുക, ഓരോ വേർബിന്റെ പാസ്റ്റ് ഫോം ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 50% ഗ്രാമേഴ്സ് ഒക്കെ അറിയുന്നവരാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും നമുക്കിത് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്കിതിൽ സിമ്പിൾ ആയിട്ടുള്ള വേർബൽ ഫോം ആണ്, വേർബിന്റെ ഫോംസ് ആണ് വരിക. അപ്പൊ അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.